ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സുധിയുടെ വീട്ടില് എല്ലാവർക്കും 25,000 രൂപ വെച്ചിട്ട് അഭിലാഷ് സാറ് പണം കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. എന്നാ ആ പണത്തിന്റെ കാര്യം മറച്ചു വെച്ചുകൊണ്ട് സുധിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുക എന്നുള്ള കാര്യം. എന്നാ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും 25,000 രൂപ വെച്ചിട്ട് അഭിലാഷ് സാർ കൊടുത്തു എന്നുള്ള കാര്യം സച്ചി തിരിച്ചറിയുകയും സുധിയുടെ കള്ളത്തരം പൊളിയുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. സുധിയും അതുപോലെ ശ്രുതിയും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരു സബ് ഡീലർ വിളിച്ചിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, ശ്രുതി ഇപ്പൊ കണ്ടോ, ഇത്രയും നാള് ഞാൻ ഇവരുടെയൊക്കെ പുറകെ പോണായിരുന്നു, എന്നാ ഇപ്പോ എല്ലാവരും നമ്മളെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ. ഇത് കേട്ട് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. സുധി, നീ അത്രയും വലിയൊരു ഓർഡറാണ് മേടിച്ചിരിക്കുന്നത്, ഇനി വരുന്ന വലിയ വലിയ ഓർഡേഴ്സ് ഒക്കെ സുധി മേടിച്ചെടുക്കും, വേണമെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് സുധിയുടെ ഫോണിലേക്ക് അഭിലാഷ് സാർ വിളിക്കുന്നുണ്ട്. അഭിലാഷ് സാർ ആണെന്നുള്ള കാര്യം ശ്രുതി പറഞ്ഞ ഉടനെ തന്നെ കാറ് സൈഡാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ ലൗഡ് സ്പീക്കറിലിടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂടി കേൾക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോൺ എടുത്തോണ്ടന്നെ തന്നെ അഭിലാഷ് സാർ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം സുധി അയച്ചിരിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താൻ കണ്ടോ എന്നും ഒരുപാട് സബ് ഡീലേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, സർ ഇനിയും ഒരുപാട് ആൾക്കാര് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അതും കേരളത്തിന്റെ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിന്ന്. അതിന്റെ ഡീറ്റെയിൽസും സർ ഞാൻ ഉടനെ തന്നെ സാറിന് സെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ, ദാറ്റ്സ് ഗുഡ്, ഞാൻ ഉടനെ തന്നെ എന്തായാലും നിങ്ങൾക്ക് പ്രോഡക്ട്സ് സെൻഡ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സുധിയെ ഞാൻ ഇപ്പോൾ വിളിച്ചത്. നമ്മുടെ പ്രോഡക്ട്സിന് ഒരുപാട് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഷോറൂമും പ്രൊമോട്ട് ചെയ്യണം. ഇത് കേട്ട ഉടനെ തന്നെ സുധി പറയുന്നുണ്ട്, സർ ഞാനും അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ വലിയൊരു ലെവലിൽ തന്നെ ആഡ്സ് ചെയ്യണം, പക്ഷേ അത്രയും ബഡ്ജറ്റ് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഡോൺ വെറി സുധി, അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്യാം. ഒരു ഷോർട്ട് ഫിലിം എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്, അതും സുധിയുടെ ഷോറൂമില്. അത് സുധിയുടെ ഷോറൂമിനും പ്രൊമോഷൻ ആവുമല്ലോ. ഐഡിയാസ് എല്ലാം കേൾക്കുമ്പോൾ സൂപ്പർ ആണ് സർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല വലിയ സെലിബ്രിറ്റീസിനെ ബുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുന്നുണ്ട്. നടീനടന്മാരുടെ പേരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അഭിലാഷ് സാർ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, നമ്മുടെ കമ്പനീസിന്റെ പ്രൊഡക്ട്സിന് നല്ല റീച്ച് കിട്ടിയാൽ മതി. അതിനു വേണ്ടിയിട്ട് ഇപ്പോ കമ്പനീസിലെ ഓണേഴ്സ് തന്നെയാണ് ഇങ്ങനത്തെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്നത്. സുധിയാണെങ്കിൽ ഒരുപാട് ഹീറോയിൻസിന്റെ പേരൊക്കെ പറഞ്ഞതാണല്ലോ, പക്ഷേ ഷോപ്പിന്റെ ഓണേഴ്സ് തന്നെയാണ് പരസ്യത്തിൽ അഭിനയിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അഭിലാഷ് സാർ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതി കളിയാക്കി ചിരിക്കുന്നുണ്ട്. ശരിയാണ് സർ, ഇപ്പോ ഓണേഴ്സ് തന്നെയാണ് അഭിനയിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ സാർ തന്നെ അഭിനയിച്ചോളൂ എന്ന് സുധി പറയുന്നുണ്ട്. നോ സുധി, ഞാനല്ല അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്, സുധിയുടെ ഫാമിലിയാണ്. ഇത് കേട്ടിട്ട് ഇവർക്ക് ശരിക്കും ഒരു ഷോക്കിംഗ് ആണ് കേട്ടോ. ഏത് സർ, ഞങ്ങളുടെ ഫാമിലി വെച്ചോ? അതെ, സാറപ്പ പറഞ്ഞു വരുന്നത് എന്നെ വെച്ചിട്ട് ആഡ് ചെയ്യാ എന്നുള്ള കാര്യത്തെ കുറിച്ചാണോ? അല്ലെങ്കിൽ സർ, എന്റെ വൈഫ് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എന്നെ കാണാൻ ഹീറോയിനെ പോലെയാണെന്ന്, പക്ഷേ സാർ ഒരിക്കലും അങ്ങനെ കരുതുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സുധി, നീ ആക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നീ മാത്രമല്ല, നിന്റെ കൂടെ നിന്റെ ഫാമിലിയിലുള്ള എല്ലാവരും. എന്റെ ഫാമിലിയിലെ എല്ലാവരും എന്ന് ചോദിച്ചിട്ട് കാറ് ഓടിച്ചോണ്ടിരിക്കുകയാണല്ലോ, പെട്ടെന്ന് സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. സാർ എന്താ ഈ പറയുന്നത്? അതേ സുധി, ഒരു പ്രൊഡക്റ്റ് സെയിൽ ആവണമെന്നുണ്ടെങ്കിൽ അത് കൺസ്യൂം ചെയ്യുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണം. TV എന്ന് പറയുന്നത് ഫാമിലിയിലെ എല്ലാവരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ. സോ അത് വാങ്ങുന്ന സമയത്ത് ഫാമിലിയിലുള്ള എല്ലാവരും ഒപ്പീനിയൻ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് അല്ലേ എല്ലാവരും ചൂസ് ചെയ്യുക. അത് ശരിയാണ് സർ. അതുപോലെ തന്നെ പണക്കാർക്ക് മാത്രമല്ല, എല്ലാ ക്ലാസ്സിലുള്ള ആൾക്കാർക്കും നമ്മുടെ പ്രൊഡക്റ്റ് പോയിട്ട് റീച്ച് ആകണം. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെന്റ് ആണല്ലോ. അതിനുള്ള ഒരു ഐഡിയ എനിക്കുണ്ട്. സ്ക്രിപ്റ്റ് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് സർ. എങ്കിലും എന്റെ ഫാമിലിയിലുള്ള ആൾക്കാർ എങ്ങനെ ഇതിനെന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞു. നിന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഇതിനകത്തുണ്ടാകണം സർ. അവർക്കൊന്നും അങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്ന് സുധി പറഞ്ഞത് കേൾക്കുമ്പോൾ അത് തന്നെയാണ് സുധി വേണ്ടത്. ഒരിക്കലും അഭിനയിക്കുന്നത് പോലെ തോന്നാൻ പാടില്ല, റിയൽ ആയിരിക്കണം, നാച്ചുറൽ ആയിരിക്കണം. അതുകൊണ്ടാണ് സുധിയുടെ ഫാമിലിയെ സെലക്ട് ചെയ്തത്. എല്ലാ ക്ലാസ്സിലുള്ള ആൾക്കാരെയും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാമിലിയാണ് നിങ്ങളത്. അതിന് താങ്ക് യു ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനും ശ്രുതിയും ഓക്കെയാണ്. അതുപോലെ തന്നെ എന്റെ അനിയൻ ശ്രീകാന്തും വർഷയും കുഴപ്പമില്ല. എന്നാ സച്ചി ഇതിനൊന്നും സ്യൂട്ട് ആവില്ല എന്ന് പറയുന്നുണ്ട്. എന്നാ ഇരിക്കട്ടെ അഭിലാഷ് സാർ ആണെന്നുണ്ടെങ്കിൽ അവരാണ് സുധി ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവര് മസ്റ്റ് ആയിട്ടും വേണം. അവരെ പോലെ നിന്നാൽ തന്നെ മതി. അത് കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും അഭിനയിക്കുന്നു. ഞാൻ മുംബൈയിലുള്ള ആഡ് ഫിലിംസ് ഒക്കെ നടത്തുന്ന ഒരാളെ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് നാളെ തന്നെ അയക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സെൻഡ് ചെയ്യാന്നുള്ള കാര്യം പറയുമ്പോൾ ശ്രുതി ഓക്കെ പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ശരി ഓക്കെ സാർ എന്ന് ശ്രുതിയും പറയുന്നുണ്ട്. പിന്നെ സുധി, നിന്റെ ഫാമിലിയിലുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ ചുമ്മാ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. ഓരോരോ ഫാമിലിക്ക് ഞാൻ 50,000 കൊടുക്കുന്നു പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഓരോ പേഴ്സണിന് 25,000
25,000 അതിന്റെ എമൗണ്ട് 2 ലാക്ക് ഓൾറെഡി നിനക്ക് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അഭിലാഷ് സാർ പറയുന്നത് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ഫോൺ നോക്കുന്നുണ്ട്. അതിനടുത്ത് 2 ലാക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നാളെ മുംബൈ ടീം നിങ്ങൾ അവിടേക്ക് വരും. ഷോർട്ട് ഫിലിമിന്റെ ആൾക്കാരാണേ. ബാക്കി എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും പൈസ കിട്ടിയല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷാണേ. ഫോൺ വെച്ചതിന് ശേഷം ശ്രുതി നമ്മുടെ സമയം നല്ലതാണെന്നുള്ള കാര്യം തോന്നുന്നു. നമ്മളെ വെച്ചുകൊണ്ട് ആഡ്സ് ഒക്കെ ചെയ്യുന്നു. എങ്കിലും സച്ചിയും രേവതിയും ഒക്കെ വെച്ചിട്ട് അതാലോചിക്കുമ്പോഴാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. അതൊക്കെ വിട്ടേക്ക് ശ്രുതി. എന്തായാലും ഫാമിലിയെ വെച്ച് ചെയ്യണമെന്നാണല്ലോ അദ്ദേഹം ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ചെയ്യാം. അത് മാത്രമല്ല ഇത് നമ്മുടെ കടയ്ക്കും ഒരു പ്രൊമോഷൻ ആകുമല്ലോ. ഇതിലിപ്പോ അച്ഛനും അമ്മയൊക്കെ വേണമെന്നല്ലേ പറഞ്ഞത്, അച്ഛനെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ നമുക്ക് നൈറ്റിൽ പോയിട്ട് സംസാരിക്കാം. അത് മാത്രമല്ല ഓരോരുത്തർക്ക് 25,000 കൊടുക്കുകയും ചെയ്യാന്ന് പറയുന്നുണ്ട്. അത് കേട്ട ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പൈസ കൊടുക്കുന്നത്? അതെങ്ങനെ ശ്രുതി കൊടുക്കാതിരിക്കുന്നത്? ഓരോരുത്തരെ അഭിനയിക്കുന്നതിന് അഭിലാഷ് സാറ് പേയ്മെന്റ് തന്നിട്ടുണ്ടല്ലോ, അപ്പം എങ്ങനെ കൊടുക്കാതിരിക്കുന്നത്? ചുമ്മാതിരിക്കും ശ്രുതി. അവരൊക്കെ എന്താ വലിയ ഹീറോയിനും ഹീറോയിസ് ഒക്കെ ആണോ? പണമൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ അമ്മയ്ക്ക് കൊടുക്കാം. കാരണം അമ്മ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷോറൂമിന്റെ ആഡ്സിൽ അവരെ അഭിനയിപ്പിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. ശ്രുതി, ഈ കാര്യം ഞാനും പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടുകാർക്ക് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അത് വലിയ പ്രശ്നമാകും. ആ സച്ചിയാണെങ്കിൽ വെറുതെ ഇരിക്കില്ല. അറിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ അറിയാൻ വേണ്ടി പോകുന്നു എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ചന്ദ്രയുടെ പണം ശ്രുതി എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് ആന്റണിക്ക് കൊടുത്തല്ലോ, അതും ചന്ദ്ര അറിയാതെ. അതുപോലെ തന്നെ ഫാമിലിക്ക് അറിയാതെ 2 ലക്ഷം രൂപ ശ്രുതി ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും എനിക്ക് പറ്റിയ ആള് തന്നെയാണ് ശ്രുതി എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് ചിരിക്കുന്നുണ്ട്. ശ്രുതിയുടെ ചിരി കാണുന്ന സമയത്ത്, എന്താ ശ്രുതി നീ ചിരിക്കുന്നത്? അല്ല ശ്രുതി, നീ ഹീറോനെ പോലെയുണ്ട്, നീ നന്നായിട്ട് അഭിനയിക്കും. എന്നാ എനിക്ക് അതുപോലെ പറ്റില്ലല്ലോ. അത് അഭിലാഷ് സാർ പറഞ്ഞല്ലോ, നാച്ചുറൽ ആയിട്ട് ഇരുന്നാ മതിയെന്ന്, നീയായിട്ട് തന്നെ ഇരുന്നാ മതി എന്നൊക്കെ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. തുടർന്ന് രാത്രിയിൽ അവര് വീട്ടിലെത്തിയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ പ്രസന്റ് ചെയ്യാനാണ് ചെയ്യുന്നത്. വലിയൊരു ആഡ് നടത്താൻ വേണ്ടി പോവുകയാണ്. റൂമിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യമൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും ഇത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിക്ക് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതിന് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്തിനാണെന്നുണ്ടെങ്കിൽ അത്ര വിശ്വാസം തോന്നുന്നില്ല. സുധിയേട്ടൻ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ സത്യം അല്ലാതെയാണോ നിങ്ങൾ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ഈ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്? ഷോറൂമിൽ വെച്ചിട്ടാണ് അഡ്വർടൈസിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എടാ, ഈ ടിവിയിലൊക്കെ വരുന്ന അതാണോന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. ടിവിയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും എല്ലാ പ്ലാറ്റ്ഫോമിലും വരുന്നതാണ്. കലക്കിയിട്ടുണ്ട് കേട്ടോ. ഷോറൂം തുടങ്ങി കുറച്ചു നാളിനുള്ളിൽ തന്നെ ഇത്രയും വലിയൊരു ഡീലർഷിപ്പും അതുപോലെ തന്നെ ഇപ്പോൾ ഷോറൂമിലാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് ആഡ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവല്ലേ. എന്തായാലും ശ്രുതിയേട്ടൻ കലക്കുന്നുണ്ടെന്നൊക്കെ ശ്രീകാന്ത് പറയാണ്. ഇത് കേട്ട ശ്രുതിയാണെങ്കിൽ ഷോറൂമിന് വേണ്ടിയിട്ട് മാത്രമല്ല, അതിൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന ടിവിക്കും കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ അഡ്വർടൈസ്മെന്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കേട്ട് രവിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും ശ്രുതി ഉടനെ തന്നെ ബിസിനസ്സിൽ മുന്നേറാൻ വേണ്ടി പോകുക എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര സ്വന്തം മകനെ കുറിച്ചിട്ട് രവി പൊക്കി പറയാണല്ലോ, ഇതെല്ലാം അവന്റെ കഴിവ് കൊണ്ടാണ് രവിയേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങ് പുകഴ്ത്തി കൊണ്ടുപോകുന്നുണ്ട്. അവൻ വലിയ ബിസിനസ്മാൻ ആകും എന്നുള്ള കാര്യമൊക്കെ രവിയേട്ട അവന്റെ ജാതകത്തിൽ തന്നെ ഉണ്ട്. എന്നാണ് ആഡ് എടുക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ ചോദിക്കുമ്പോൾ, നാളെയാണ് അതിനു വേണ്ടിയിട്ട് ബോംബെയിൽ നിന്ന് ഒരു ടീം തന്നെ വരുന്നുണ്ട്. ആഡ് എടുക്കാൻ വേണ്ടി പോകുന്ന കാര്യത്തെ കുറിച്ച് കേൾക്കുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അപ്പൊ വലിയ സിനിമ നടന്മാരൊക്കെ വരുന്നുണ്ടാവുമല്ലേ എന്നുള്ള കാര്യം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചേച്ചി ഒന്ന് പറയണേ, ഞങ്ങളും വന്നിട്ട് ആ ആഡ് കാണാം എന്ന് വർഷ പറയാണ്. ഇത് കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാരും വന്നാൽ മാത്രമേ ഷൂട്ടിംഗ് നടക്കുള്ളൂ. ആ ആഡിനകത്ത് അഭിനയിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുമാണ്. അഭിലാഷ് സാറാണ് പറഞ്ഞത് നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊക്കെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാടാ വരുന്നത്, ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ രവി പറയുമ്പോൾ, അത് ശരി തന്നെയാണ്. ഇനിയിപ്പോ ഭരതനാട്യവും കളിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് കളിക്കുമായിരുന്നു. പക്ഷെ ഈ അഭിനയം എന്നൊക്കെ പറയുമ്പോ എന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ പറയുവാണേ, നല്ല കലാവാസനയുള്ള ആളാണ് നീ, അങ്ങനത്തെ നീ ഞങ്ങളെടുത്തിട്ട് വന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പറയാനോടാ? ഞാനല്ലടാ പറഞ്ഞത്, അഭിലാഷ് സാറാണ് പറഞ്ഞത് നമ്മുടെ ഫാമിലി തന്നെ ഇതിൽ അഭിനയിക്കണമെന്ന് അദ്ദേഹമാണ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടുമല്ല, ഒരു ഫാമിലിയിലേക്ക് ഒരു സാധനം മേടിക്കുന്ന സമയത്ത് ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഒപ്പീനിയൻ തേടുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രൊമോഷൻ ചെയ്യുന്ന സമയത്ത് ഫാമിലിയിലുള്ള എല്ലാവരും അതിനകത്ത് ഇൻക്ലൂഡ് ആവണം എന്നാണ് അഭിലാഷ് സാർ വിചാരിക്കുന്നത്. അതൊക്കെ ശരി തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അഭിനയിക്കുന്ന ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് ഇതിനകത്ത് അഭിനയിപ്പിച്ചാൽ പോരെ എന്ന് രവി ചോദിക്കുന്നുണ്ട്. അങ്കിൾ, നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് അഭിലാഷ് സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി തന്നെ സെലക്ട് ചെയ്തത്. കാരണം അഭിനയം നല്ല നാച്ചുറൽ ആയിരിക്കും അദ്ദേഹത്തിന് തോന്നി. എല്ലാവരും അഭിനയിക്കാൻ വേണ്ടി പോകണമെന്ന് ചന്ദ്ര ഭയങ്കര എക്സൈറ്റഡ് ആയി ചോദിക്കുമ്പോൾ, അതേ അമ്മേ, കേരളത്തിലെ എല്ലാ ടിവികളിലും നമ്മളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇത് കേട്ടിട്ട് വർഷ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഓക്കെ ആണെന്ന്.
എന്നാൽ ശ്രീകാന്ത് ചോദിക്കുന്നത് നിനക്ക് അഭിനയിക്കാനൊക്കെ അറിയോ എന്നാണ്. ഡബ്ബിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ചിന്തിക്കാറുണ്ട്, എന്താ എനിക്ക് അഭിനയിച്ച എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം. ഇങ്ങനെ ഒരു ചാൻസ് വരുന്ന സമയത്ത് അഭിനയിച്ചു നോക്കാലോ. അങ്ങനെയാണെങ്കിൽ പക്ഷേ നീ തന്നെ നിനക്ക് വോയിസ് കൊടുത്തോന്ന് പറയണേ. ആഹാ ശരിയാണല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് തന്നെ വോയിസ് കൊടുക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അഭിനയിക്കാന്ന് വർഷ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും അല്ലേ ശ്രുതി, അതുകൊണ്ട് നിങ്ങൾ അഭിനയിച്ചാൽ പോരെന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് ശ്രുതി അറിയിക്കുകയാണ്. എന്തായാലും ശ്രുതി ഞാനില്ല, എനിക്ക് അങ്ങനെ അഭിനയിക്കാനൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ചന്ദ്ര, ആർക്ക് നിനക്കോ? ദീൻ ദിവസവും ഇവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുവല്ലേ അമ്മേ. ഞാന് സാധാരണ എങ്ങനെയാണോ അതുപോലെയാണ് എല്ലാ ദിവസവും ഇവിടെ നിൽക്കുന്നത്. അത് അഭിനയായിട്ട് അമ്മയ്ക്ക് തോന്നുന്നതിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഇത് നോക്കി രേവതി, ഇവിടെ ഉള്ളതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അഭിനേത്രി നമ്മുടെ അമ്മയാണ്. അച്ഛമ്മ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അമ്മ ഒരു സ്പെഷ്യൽ അഭിനയം ഇവിടെ കാഴ്ചവെക്കാറുണ്ട്, കണ്ടിട്ടുണ്ടോ? എന്താ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും അമ്മയുടെ അത്രയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിലും നമുക്കും അത്യാവശ്യമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും രേവതി. എടാ നിങ്ങളൊക്കെ അഭിനയിച്ചോളൂ, അതിൽ എന്തിനാ ഞാനൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രവി. അച്ഛ എല്ലാ ഏജ് കാറ്റഗറിയും കവർ ചെയ്യണം, അതുകൊണ്ടാണ് എനിക്ക് എന്തായാലും അഭിനയിക്കാനൊന്നും വരില്ല എന്നുള്ള കാര്യം നീ അങ്ങ് പറഞ്ഞേക്കടാ എന്ന് രവി പറയുന്നത് കേൾക്കുമ്പോൾ, അങ്കിള് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, വീട്ടില് എങ്ങനെയാണോ അതുപോലെ തന്നെ നിന്നാ മതി. ആന്റി ഓക്കെ ആണോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും, ഭരതനാട്യത്തിലും ഒരുപാട് ഭാവങ്ങളൊക്കെ ഉണ്ട്, അതും ഒരു തരത്തിലെ അഭിനയം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഓക്കെ ആണെന്ന് പറയണേ ചന്ദ്ര. അടുത്തതായിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്, സച്ചി നീയോന്ന് അച്ഛനും അമ്മയും കൊണ്ടുപോയിട്ട് നിങ്ങൾ അഭിനയിപ്പിക്കുന്നു, അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ എന്തിനാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഭിനയിക്കുന്നത്? അതില് എനിക്ക് എന്ത് ലാഭമാണ്? എടാ കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്ന ശ്രുതി പറഞ്ഞ കേട്ട ഉടനെ തന്നെ, നിന്റെ കടയിൽ കസ്റ്റമേഴ്സ് വരുന്നതിൽ എനിക്ക് എന്ത് ലാഭമുള്ളത്? എനിക്ക് ട്രിപ്പ് വന്നു കഴിഞ്ഞാലല്ലേ പൈസ കിട്ടുള്ളൂ. അങ്ങനെ എന്റെ ജോലി വിട്ടിട്ട് ഒരു ദിവസം ഞാൻ നിന്റെ കൂടെ വന്ന് നിൽക്കണോ? അതെ സച്ചേട്ടാ, എനിക്കും പൂ കൊടുക്കാൻ വേണ്ടിട്ട് പോണോ? പിന്നെ നീ ഒരു ദിവസം പൂ കൊടുത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെടിയിൽ പിറ്റേ ദിവസം പൂ ഉണ്ടാവില്ല. അമ്മേ ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തല്ലേ പറ്റുള്ളൂ, അതിന് എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം തീരും, ഒരു ദിവസം മൊത്തം ഒരു ആഡ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛ അതിനൊക്കെ ഒരുപാട് സമയം അതൊക്കെ വേണം, അതൊന്നും അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ശ്രുതി പറയുമ്പോ, അത് ശരിയാണ് എനിക്ക് മനസ്സിലാവില്ലടാ. ശരി നിനക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം എന്റെ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വരുമല്ലേ, അതിന് നീ എത്ര രൂപ എനിക്ക് പണം തരുമെന്ന് ചോദിക്കുകയാണെ സച്ചി. കാശോ എന്ന് ചോദിക്കുമ്പോ, അതേടാ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജോലി ഒഴിവാക്കിയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നീ കാശ് തന്നല്ലേ പറ്റുള്ളൂ. അത് കേട്ടിട്ട് ശ്രുതിയും അതുപോലെ ശ്രുതി മുഖത്തോട് മുഖം നോക്കുകയാണ്. ഓരോരുത്തർക്ക് 25,000 രൂപ വെച്ചിട്ട് അഭിലാഷ് സാർ കൊടുത്തിട്ടുണ്ട്, എന്നാൽ അതിനെ കുറിച്ചൊരു അക്ഷരം പോലും പറയുന്നില്ല. അത് മാത്രമല്ല 1,000 രൂപ പോലും കൊടുക്കുന്ന കാര്യം ശ്രുതി പറയുന്നില്ല കേട്ടോ. ഓരോരുത്തർ അഭിനയിക്കാൻ വേണ്ടി വരുന്നതിന് പണം കൊടുക്കണമല്ലോ എന്ന് വർഷയും പറയുന്നുണ്ട്. വർഷേ നമ്മളെന്താ മറ്റൊരാളുടെ കടയിലേക്കാണോ അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ സ്വന്തം കടയ്ക്ക് വേണ്ടിയിട്ടല്ലേ? നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ട് അഭിനയിക്കുന്നതിന് നമുക്ക് കാശ് മേടിക്കാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുമ്പോ, എന്ത് നമ്മുടെ കടയോ? അത് നിന്റെ കടയാടാ, എന്നെ കൊണ്ട് എന്തായാലും ജോലിയൊന്നും കളഞ്ഞിട്ട് വരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. പോകുന്ന സച്ചിയുടെ അടുത്ത്, എടാ ഞാനും അഭിലാഷ് സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചിക്ക് കാർ ഓടിക്കണം, ജോലിയുണ്ട്, വരില്ല എന്ന്. എന്നാൽ അവരാണ് സച്ചി ഉറപ്പായിട്ടും വരണോ എന്നുള്ള കാര്യം പറഞ്ഞത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? പൈസയൊന്നും കൊടുക്കാതെ സച്ചിയെ എങ്ങനെങ്കിലും ഇതിൽ പങ്കെടുപ്പിക്കണല്ലോ. സന്തോഷ് സാറാണെന്നുണ്ടെങ്കിൽ സച്ചി വരണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ സച്ചി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നമ്പർ ഇറക്കിയതാണ് കേട്ടോ. നീ പറയുന്നത് ശരി തന്നെയാണോടാ? അദ്ദേഹം അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. കാരണം അവർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ. അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും ഒരേ പാട്ടുകളുടെ ഫാനും ആണല്ലോ. നിനക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞോളാം എന്ന് ശ്രുതി അവസാനത്തെ നമ്പർ ഇറക്കുന്നുണ്ട്. അയാൾ അത്രയും വലിയൊരു മനുഷ്യനാണ്, എന്നെ മതിച്ചിട്ട് എന്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ വരാ എന്ന് പറയാണ്. പക്ഷെ അപ്പോഴും രേവതി പറയുന്നത് ഞാൻ വരില്ല എന്ന് തന്നെയാണ്. രേവതിയെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ ശരി രേവതിക്ക് വരാൻ പറ്റില്ലെങ്കിൽ വരണ്ട, പക്ഷെ എനിക്ക് പെയറായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സച്ചി പറയുന്നുണ്ട്. എന്താ സച്ചിയുടെ പറഞ്ഞെന്ന് രേവതി ചോദിക്കുമ്പോ, പിന്നെ വേറെന്ത് ചെയ്യാനാണ്? സച്ചി രേവതിയെ വരുത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയ പറഞ്ഞതാണ് കേട്ടോ. അവസാനം ഒരു രക്ഷയില്ലാതെ രേവതിയാണെങ്കിൽ ശരി ഞാൻ വരാം എന്ന് പറയാണ്. അങ്ങനെ പറ രേവതി, നമ്മളെ മതിച്ചിട്ട് ഒരാള് നമ്മൾ അവിടെ ഉണ്ടാവണം എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മൾ പോയിട്ട് വരാം. സച്ചി പറയുന്നത് കേൾക്കുമ്പോ രവി പറയുന്നുണ്ട്, അത് മാത്രമല്ല സച്ചി, സുധിയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപടി മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മളും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു കൊടുക്കണ്ടേ? അതല്ല അച്ഛാ ഞാനും വരാന്നുള്ള കാര്യം പറഞ്ഞത്. രേവതി വരില്ല എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു പേരിനെ വേണമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഓ അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? പിന്നല്ലാതെ ഇതിനു മുമ്പ് രേവതി ഞാൻ ഒരു സീരിയലിൽ അഭിനയിച്ചു എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അന്ന് 1 മണിക്കൂർ അഭിനയിച്ചതിന് എനിക്ക് 600 രൂപ തന്നിട്ടുണ്ടായിരുന്നു അവര്. എന്നാൽ ഇവനാണെന്നുണ്ടെങ്കിൽ കാശും തരില്ല, ഒരു ദിവസം മൊത്തം പണിയെടുക്കണം. അതൊക്കെ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ജോലി എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ കൊടുക്കണ്ടെന്ന് സച്ചി തിരിച്ചും ചോദിക്കുന്നുണ്ട്. പ്ലസ് സാർ അതൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സുധി ഉരുണ്ട് കളിക്കുവാണേ. ശരി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഫോൺ ചെയ്തതാ, ഞാൻ അഭിനയിക്കുന്നതിന് കാശ് തരാൻ വേണ്ടിട്ട് പറയാം. അതൊന്നും വേണ്ട, അവർക്ക് എന്റെ മേലെ കുറച്ച് റെസ്പെക്ട് ഒക്കെ ഉണ്ട്. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പോകും.
എടാ സച്ചി അതൊക്കെ വിട്ടേക്ക്, അവനൊരു നല്ലത് വരുമ്പോ നമുക്ക് സന്തോഷമുള്ള കാര്യമാണല്ലോ. പക്ഷെ അഭിനയിക്കാൻ വേണ്ടി പറയുന്നു, അതാണ് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നത്. എനിക്കും ശ്രുതി അഭിനയിക്കുന്ന കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ചെറിയ പേടിയുണ്ട്. അമ്മ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ സന്തോഷമായിട്ടുള്ള സീനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അമ്മ പൗഡർ എടുത്തിയെ കുറിച്ച് ആലോചിച്ചാൽ മതി. ദേഷ്യം വരുന്ന സീനാണ് വരുന്നത് വെച്ചാല് ഈ പൂക്കാരി ആലോചിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അഭിനയം താനേ വന്നോളൂ. സച്ചി പറയുന്നത് കേൾക്കുമ്പോ ചന്ദ്രയാണെങ്കിൽ സച്ചിയെ നോക്കി പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. തുടർന്ന് ശ്രുതിയാണെങ്കിൽ അതൊക്കെ വന്നോളൂ. ഇന്നു മുതല് അച്ഛനും അമ്മയാണ് ഈ കടയുടെ ഓണർ എന്ന് പറയുമ്പോൾ ഞാനാണോടെ ഓണർ, അമ്മ എപ്പോഴും ഓണർ തന്നെയാണ്. അപ്പൊ ഞങ്ങളൊക്കെ ആരാന്ന് സച്ചി ചോദിക്കുമ്പോൾ നാളെ മുംബൈയിൽ നിന്ന് ടീം വരുന്നുണ്ട്. അവര് പറയും എന്തായാലും രാവിലെ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട്. എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രയെ മാത്രം വിളിച്ചുകൊണ്ട് പോയിട്ട് ശ്രുതിയാണെങ്കിൽ 10,000 രൂപ കൊടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ നാളെ അമ്മ അഭിനയിക്കുന്നെന്ന് പറയാണേ. അതിന് അഭിലാഷ് സാർ പണമൊന്നും തന്നില്ലെന്നല്ലേ നീ പറഞ്ഞത്? അവര് തന്നില്ല, പക്ഷേ എനിക്ക് അമ്മയ്ക്ക് കൊടുക്കണം എന്ന് തോന്നി, അതുകൊണ്ട് തന്നതാ, അമ്മ വെച്ചോ എന്ന് പറയാണേ. എന്നിട്ട് ശരിയെന്ന് പറഞ്ഞ് ശ്രുതി അവിടുന്ന് പോവാണ്. പൈസ കിട്ടിയത് കാണുമ്പോഴേക്കും ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഒരു ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത്. എല്ലാവരും റെഡി ആയിട്ട് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് നമ്മുടെ അഭിലാഷ് സാർ പറഞ്ഞിരിക്കുന്ന ആ ടീം ഉണ്ടല്ലോ, അവരും എത്തിയിട്ടുണ്ട്. കട ഓണേഴ്സ് എന്ന് പറയുന്നത് ചന്ദ്രയും അതുപോലെ രവിയും ആണ് കേട്ടോ. അവർക്ക് അതിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഐഡിയ കൊടുക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഓണേഴ്സ്, ബാക്കി എല്ലാവരും ഓരോരോ ക്ലാസ്സിലുള്ള കപ്പിൾസ് ആണ് കേട്ടോ. അവര് കടയിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടിട്ട് വരുവാണ്. ഒരാള് ബൈക്കില്, ഒരാൾ കാറില്, അതുപോലെ ഒരാള് ഷെയർ ഓട്ടോസില്. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് എല്ലാ ടൈപ്പിലുള്ള കസ്റ്റമേഴ്സിനെയും ആകർഷിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയാണ്. എല്ലാ പ്രൈസിലുള്ള പ്രോഡക്ട്സും ഇവിടെ ഉണ്ട്, അത് ആൾക്കാർക്ക് അറിയണം, അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അങ്ങനെ ചന്ദ്രയുടെ അടുത്തും അതുപോലെ തന്നെ രവിയുടെ അടുത്തും അതിൽ മെയിൻ ആള് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കടയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് കസ്റ്റമേഴ്സിനെ വെൽക്കം ചെയ്യണം, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം സ്ക്രിപ്റ്റ് ഒക്കെ ഓൾറെഡി റെഡിയാണ് കേട്ടോ. അവർ രണ്ടുപേരുടെ അല്ല, 3 കപ്പിൾസിന്റെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ പറഞ്ഞതുപോലെ തന്നെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയും അതുപോലെ ശ്രുതിയും കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകാന്തും വർഷയും കൂടി ചേർന്നിട്ട് ബൈക്കിലും സച്ചിയും രേവതിയും ഷെയർ ഓട്ടോയിൽ വന്നിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറുന്നുണ്ട്. വന്ന ഉടനെ തന്നെ വെൽക്കം ഒക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് രവിയാണെന്നുണ്ടെങ്കിൽ ക്യാമറയിലേക്ക് നോക്കുവാണ്. സർ ക്യാമറയിലേക്ക് നോക്കണ്ട, കസ്റ്റമറിനെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയുകയാണേ. അങ്ങനെ ഓരോ ഷോട്ട് എടുക്കുന്ന സമയത്തും രവി മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാമറയിലേക്ക് നോക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു വിധത്തിൽ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ റിച്ച് മാൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് എന്ത് രീതിയിലുള്ള വാക്കിംഗ് ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ അടുത്തും ഭയങ്കര ഷൗട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ ഓരോന്നും സംസാരിക്കുന്നത്. എല്ലാവരും മര്യാദയ്ക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഷോട്ട് എടുക്കുമ്പോഴേക്ക് സച്ചി ആണെങ്കിൽ കട്ട് പറയാണേ. നിങ്ങൾ എന്താ കട്ട് പറയുന്നത്? നിങ്ങൾ എന്താ ഒച്ചയെടുത്ത് സംസാരിക്കുന്നത്? അതെ, അദ്ദേഹം ഡയറക്ടർ തന്നെയാണ്. അവരെ ഇത്രയും കാലം എല്ലാവരുടെയും അഭിനയം കണ്ടിട്ട് ജീവിച്ച ആളാണ്. ദേ നിൽക്കുന്നു, ദേ കോട്ടും സൂട്ടും നിൽക്കുന്ന അവനുണ്ടല്ലോ, അവൻ നല്ല നായകനാണ്. അവന്റെ അഭിനയം അമ്മയും നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. അവര് ദിവസം ഡയറക്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് അവർക്കറിയില്ലേ. ഇത് കേട്ട് ശ്രീകാന്തും അതുപോലെ വർഷയും രേവതിയും ഭയങ്കര ചിരിയാണ്. പക്ഷെ ശ്രുതിക്കും ചന്ദ്രയ്ക്കും കലിപ്പാവുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നത് കേട്ടിട്ട് അതും ഇതും ഒന്നാണോ? ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളുടെ സീൻ വരുന്ന സമയത്ത് ഞാൻ വിളിക്കാം, നിങ്ങൾ ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കുന്ന പറഞ്ഞിട്ട് സച്ചി അങ്ങ് മാറ്റി നിർത്തുവാണ്. സച്ചി ആണെങ്കിൽ പോകാൻ വേണ്ടി മടിക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, സച്ചി തെറ്റ് എന്റെ മേലല്ലേ, ഞാൻ നന്നായിട്ട് അഭിനയിച്ചോളാം, നീ അങ്ങോട്ട് മാറി നിന്നു പറഞ്ഞിട്ട് സച്ചി അങ്ങ് പറഞ്ഞു വിടുവാണ്. അങ്ങനത്തെ ആദ്യത്തെ ടേക്ക് ഓക്കെ ആവാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്ത കപ്പിൾസിനെ വിളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അടുത്തതായിട്ട് ശ്രീകാന്തിന്റെയും അതുപോലെ തന്നെ വർഷയുടെ റോളാണ്. അവർ കയറി വരുന്ന സമയത്ത് അവർ മിഡിൽ ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്ന പ്രോഡക്ട്സ് പ്രൈസിൽ കിട്ടുമോ എന്നുള്ള ടെൻഷനോട് കൂടിയിട്ടൊക്കെ വരാൻ വേണ്ടി പറയുന്നുണ്ട്. ഡയലോഗൊക്കെ കറക്റ്റ് ആയിട്ട് പറയില്ലേ എന്നുള്ള കാര്യം വർഷയുടെ അടുത്ത് ചോദിക്കുമ്പോൾ സർ ഞാനൊരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്, ഓ വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ടേക്കും ഓക്കെ ആക്കുകയാണ്. സച്ചിനിയും അതുപോലെ രേവതിയുടെ സീനാണ്. അവരെ വരവേൽക്കുന്ന സമയത്ത് ചന്ദ്രമതിന്റെ മുഖത്ത് വലിയ തെളിച്ചയില്ല. അത് കണ്ട് ആ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ, മാഡം നിങ്ങൾ അവര് നല്ല ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് വേണം വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. സർ അതൊന്നും ഈ ജന്മത്തിൽ നടക്കില്ലെന്ന് സച്ചി പറയുമ്പോഴേക്കും രവി ആണെന്നുണ്ടെങ്കിൽ ചന്ദ്ര എല്ലാവരെയും ഒരുപോലെ കാണണം, ഇത് അഭിനയിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് എല്ലാവരുടെ നല്ല ചിരിച്ച മുഖത്തോട് കൂടി തന്നെ വേണം സംസാരിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറയാണ്. അവര് നിന്റെ കസ്റ്റമർ ആണ്, അത് നീ മനസ്സിൽ വെച്ചിട്ട് അഭിനയിക്കാനൊക്കെ പറയുന്നുണ്ട്. ആ ശരി ശരി എന്നൊക്കെ ചന്ദ്രയും പറയാണ്. അങ്ങനെ അവരുടെ ടേക്ക് ഓക്കെ ആക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രയുടെ അടുത്തും അതുപോലെ രവിയുടെ അടുത്തും കൗണ്ടറിൽ പോയിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. 3 കസ്റ്റമേഴ്സും ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരണം. എല്ലാ ലെവലിലുള്ള കസ്റ്റമേഴ്സിനും അത് വാങ്ങാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം കസ്റ്റമേഴ്സിന് മനസ്സിലാക്കണം. നമ്മൾ അതാണിപ്പോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി വരാൻ വേണ്ടി പറയുമ്പോൾ ഒരാൾക്ക് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ അറിയില്ലേ, എന്താ സച്ചി ബാക്കിയുള്ളവർ മറിഞ്ഞു നിന്നുകൊണ്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ആണെങ്കിൽ തട്ടി മാറ്റിയിട്ട് അവരൊരിക്കലും ചെല്ലുവാണ്. എന്നിട്ട് എന്താ നിങ്ങൾ ഓവറായിട്ട് സംസാരിക്കുന്നത്, നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് പറയണം, അല്ലാതെ ഇങ്ങനെ ഒച്ചെടുത്ത് പരിപാടി ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് സച്ചി അടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ സച്ചി അപ്പോഴേക്കും പിടിച്ചു വെക്കുകയാണ്. സച്ചിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇവരെന്തിനെ കിടന്നിട്ട് ഒച്ചയെടുക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി. ഇത് കേട്ട ഉടനെ തന്നെ ആ ഡയറക്ടർ വെക്കുന്നുണ്ട്, എന്താ നിങ്ങൾ പറഞ്ഞത് ഓസിയിലാണെന്നോ? അഭിലാഷ് സാറ് അഭിനയിക്കുന്ന എല്ലാവർക്കും 25 ലക്ഷത്തെ ഓൾറെഡി 2 ലക്ഷം കൊടുത്തിട്ടുണ്ട്, അഭിനയിക്കാൻ വേണ്ടിയിട്ട് കാശ് മേടിച്ചിട്ട് മര്യാദയ്ക്ക് അഭിനയിക്കാതെ ഓസിയിലാണെന്ന് പറയുന്നു. ഇത് കേട്ട് എല്ലാവരും ഇങ്ങനെ സുധിയെ തന്നെ നോക്കിക്കുകയാണ്. സുധിയാണെന്നുണ്ടെങ്കിൽ അയ്യോ എന്ത് പറഞ്ഞിട്ട് ഒപ്പിക്കുന്നു ഇങ്ങനെ വിചാരിച്ച് നിൽക്കുവാണ്. തുടർന്ന് അഭിനയമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട്
എല്ലാവരും സുധിയെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോ അഭിലാഷ് സാർ പണം കൊടുത്തിട്ടുണ്ട്. എത്രയാണെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഓരോരുത്തർക്കും 25,000 രൂപ. എടാ 25,000 രൂപ തന്നിട്ട് നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ടല്ല, കാശൊന്നും തന്നിട്ടില്ല, ഓസിന് നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നീ ഇത്രയും ഒപ്പിച്ചല്ലടാ ഫ്രോഡെ. ഇതിലും നീ നിന്റെ ബുദ്ധി കാണിച്ചു അല്ലടാ. തുടർന്ന് വർഷയും പറയുന്നുണ്ട് എനിക്കും നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ആഡിനകത്ത് ആരെയും ചുമ്മാ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പറയില്ല. മുമ്പ് സുധിയേട്ടൻ ഞങ്ങൾക്ക് വരേണ്ട പണം എടുത്തോണ്ട് ഓടിപ്പോയി. എന്നാൽ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലേക്ക് എത്തേണ്ട പണവും കൂടി അടിച്ചു മാറ്റാൻ വേണ്ടിട്ട് നോക്കുവാണല്ലേ. ചന്ദ്ര എപ്പോ നോക്കി കഴിഞ്ഞാലും എല്ലാവരും അവനെ ചീത്ത വിളിക്കുന്നു എന്നുള്ള കാര്യമല്ലേ പറയാറ്. ഇപ്പോ നിന്റെ മോൻ ചെയ്തിരിക്കുന്ന പണി കണ്ടില്ലേ, പിന്നെ അവനെ ചീത്ത വിളിക്കാതെ എന്താ ചെയ്യാ? എനിക്കും അപ്പോഴേ തോന്നി ഇത്രയും വലിയൊരു ഓണർ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാതെ ഇങ്ങനൊരു ഷോർട്ട് ഫിലിം ചെയ്യാ എന്നുള്ള കാര്യത്തെ കുറിച്ച്. നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി വരെ ഒഴിവാക്കിയിട്ടല്ലേ പോയത്. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ ചെരുപ്പ് മോഷ്ടിച്ചവനെ പോലെ മിണ്ടാതെ മൂങ്ങനെ പോലെ നിൽക്കുന്നത് കണ്ടില്ലെന്നൊക്കെ സച്ചി ചോദിക്കുകയാണ്. നീ എന്താണ് ഒന്നും പറയാത്തത്? അല്ല, ആഡിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പണം കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചത്. നീ എന്തുകൊണ്ടാണ് പണം തരാത്ത എന്നുള്ള കാര്യമല്ല ഞാൻ ചോദിച്ചത്. അഭിലാഷ് സാർ നിനക്ക് പണം തന്ന കാര്യം നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നാണ്. അതാടാ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചത്. അവൻ വെറുതെ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഇന്ന് ആ ഡയറക്ടർ നമ്മളെടുത്ത് കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ മൊത്തത്തിൽ ഇവൻ പണം കൊണ്ടുപോയിട്ട് തിന്നനെ. കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി വന്നു ചേരേണ്ട പണം എല്ലാം കൂടി ചുട്ട് തിന്നുന്നവനാണ് ഇവൻ. അതിനു വേണ്ടിട്ട് ജയിച്ചതുപോലെയാണ് ഇവൻ. അങ്ങ് കുട്ടിത്താലുണ്ടെന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോവാണേ. സച്ചി വേണ്ട വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് രവി അവനെ പിടിച്ചിരുത്തുവാണേ. ഞാൻ ചോദിക്കാം, അച്ഛൻ ചോദിക്കും, അവൻ അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല. ഇനിയിപ്പോ ഇവരെന്താ ചോദിക്കാൻ വേണ്ടി പോകുന്നതെന്ന് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കാണ് കേട്ടോ സുധി. നിനക്ക് ഷൂട്ടിംഗ് ഉള്ള കാര്യത്തെ കുറിച്ചിട്ട് എല്ലാവരും ഇവിടെ വിളിച്ചിരുത്തിയിട്ട് സംസാരിച്ചിട്ടില്ലായിരുന്നോ? ആ സമയത്ത് അഭിലാഷ് സാർ പണം തന്ന കാര്യം നീ എന്താ പറച്ചതെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അതിനും സുധി മറുപടി കൊടുക്കുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പണം എല്ലാവർക്കും തരാ എന്നാണ്. അത് കേട്ടിട്ട് ചന്ദ്രക്കിടക്കം ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല സുധിയേട്ടന് കാര്യം മനസ്സിലാവാഞ്ഞിട്ടാണോ? ഞങ്ങൾ എന്തുകൊണ്ടാ പേയ്മെന്റ് തരാത്തെന്നല്ല ചോദിച്ചത്. പേയ്മെന്റ് അഭിലാഷ് സാർ തന്ന കാര്യം എന്തുകൊണ്ട് ഇവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞില്ല എന്നാണ്. അതല്ലേ ശ്രീകാന്ത് ഞാൻ പറഞ്ഞത്. ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും തരാന്ന് വിചാരിച്ചത്. മറ്റുള്ളവരെ പൊട്ടനാക്കാൻ വേണ്ടിയിട്ട് സുധി നല്ല മിടുക്കനാണ് കേട്ടോ. കാരണം സുധിയുടെ ഈ മറുപടി കേട്ടിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അരിച്ചു കയറുന്നുണ്ട്. സുധിയേട്ടൻ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മനഃപൂർവ്വം പറയുന്നതാണ്. ഒരു ഫ്ലോക്ക് ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഷൂട്ടിങ്ങിന് പണം തന്ന കാര്യം എന്തുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തും പറയേണ്ടിരുന്നെന്ന് വർഷം ചോദിക്കുമ്പോൾ അതാണ് വർഷം ഞാൻ പറഞ്ഞത് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പണം തരാന്ന് വിചാരിച്ചു. സുധിയുടെ മറുപടി കേൾക്കുമ്പോൾ ശരിക്കും സച്ചിക്കാണല്ലോ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. എന്നാൽ ഇത്തവണ ശ്രീകാന്ത് അങ്ങ് എണീറ്റിട്ട് അവിടുന്ന് കിട്ടുന്ന എടുത്തിട്ട് സുധിയെ അടിക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. പക്ഷെ സച്ചി പിടിച്ചു വെക്കുവാണ്. എന്നിട്ട് അവൻ വെറുതെ ഷൂട്ടിംഗിൽ പറയുന്നത് പോലെ പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവനെ വേറെ രീതിയിലാണ് ഡീൽ ചെയ്യേണ്ടത്. വേറെ പോലെ എന്ന് വെച്ചാൽ ചേട്ടനെ കൈകൊണ്ട് സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് സുധി അവിടുന്ന് ഓടിയിട്ടുണ്ടായിരുന്നല്ലോ ശ്രുതിക്ക് അരികിലേക്ക്. ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും സുധിയുടെ സാരിന്റെ പുറകിലേക്ക് ഇങ്ങനെ പോവാണ്. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ, മൊത്തം കുടുംബത്തെയാണ് പറ്റിച്ചിരിക്കുന്നത്. അതുപോലത്തതിന് ഹീറോ എന്നാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ, അല്ലെങ്കിൽ നിന്നെ അടിച്ച് ഞാൻ ശരിയാക്കും. ഇല്ലടാ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചെന്നുള്ള കാര്യം വീണ്ടും പറയുമ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് പുറകെ പോകുന്നുണ്ട്. സുധി ഓടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും സച്ചി കാലെ കയറി പിടിക്കുവാണ്. സച്ചി മാത്രമല്ല ശ്രീകാന്ത് പിടിക്കുന്നുണ്ട്. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വിട് എന്ന് പറഞ്ഞിട്ട് അവനെ വിടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഒരു വിധത്തിൽ പിടിച്ചു മാറ്റുന്നുണ്ട്. പിന്നെ അമ്മയെന്ന് പറഞ്ഞിട്ട് അമ്മേന്റെ പുറകിൽ ഒളിക്കാൻ വേണ്ടി നോക്കുവാണ്. എന്നാൽ ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് ആട്ടുവാണ്. എന്തിനാണ് നീ പിന്നിൽ പോയിട്ട് ഒളിക്കുന്നത്? എല്ലാവരും അഡ്വർടൈസിന്റെ ആ ഒരു ആഡിനകത്ത് അഭിനയിച്ചല്ലോ, പിന്നെ നിനക്ക് ആ പണം കൊടുത്താൽ എന്താ? ഞങ്ങൾ മാത്രമല്ലല്ലോ, അമ്മയും അച്ഛനും അഭിനയിച്ചില്ലേ? അതുപോലെ തന്നെ ആ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ അച്ഛനെ ചീത്ത വിളിക്കുകയും ചെയ്തു. തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട്, ശ്രുതി നിന്റെ ഹസ്ബൻഡ് മറച്ചു വെച്ചു, നിനക്കെങ്കിലും പറഞ്ഞൂടായിരുന്നോ? ഇത്രയും നേരം ശ്രുതിയെ മാത്രമാണല്ലോ പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ രേവതി ആണെങ്കിൽ ശ്രുതിക്കും കൊളുത്തി കൊടുക്കുവാണ്. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, ശ്രുതി നിനക്ക് ഈ വിഷയം മുന്നേ അറിയാമായിരുന്നു എന്ന്. ഇത് കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്കിൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം പണം കൊടുക്കാന്നുള്ള കാര്യം പറഞ്ഞു. ഇതെന്താ ശ്രുതി ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു എന്നുള്ള കാര്യം രേവതി ചോദിക്കുകയാണ്. സച്ചിക്ക് അപ്പോഴേക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ എങ്കിലും പൗഡർ എടുത്തി അച്ഛൻ എന്താ ചോദിച്ചത്, നിനക്ക് ഈ വിഷയം മുന്നേ അറിയോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. അതല്ലേ സച്ചി പറഞ്ഞത്, എല്ലാം കഴിഞ്ഞതിന് ശേഷം കൊടുക്ക എന്ന് വിചാരിച്ചു. ശ്രുതിയും കൂടെ ചേർന്നിട്ട് നല്ല പൊട്ടം കളിക്കാണ് കേട്ടോ. രണ്ടുപേരും കൂടെ പൊട്ടം കളിക്കുന്ന എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ശ്രുതി എനിക്ക് തലവേദനിക്കുന്നുണ്ട്. നിന്റെ ഹസ്ബൻഡ് പണം തന്ന കാര്യത്തെ കുറിച്ച് നിന്റെ അടുത്ത് മുന്നേ പറഞ്ഞിരുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അതല്ലേ രേവതി ഞാൻ പറഞ്ഞത് ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പണം തരാ എന്ന്. ഇതെന്താ ഇവർ ഇങ്ങനെ തന്നെ പറയുന്നത്? നിന്റെ ഏട്ടന് ഡബിംഗ് വോയിസ് കൊടുക്കുന്നത് പോലെ. അയ്യോ വർഷം എനിക്കും തലവേദനിക്കുന്നുണ്ടെന്ന് ശ്രീകാന്ത്. തുടർന്ന് സച്ചി അവസാനമായിട്ട് ചോദിക്കുന്നുണ്ട്, സന്തോഷ് സാർ ഫോൺ വിളിച്ച സമയത്ത് എന്തായാലും നിനക്ക് പണം അയച്ചു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവല്ലോ, അത് നീ എന്തുകൊണ്ടാണ് വീട്ടിൽ പറയാണ്ടിരുന്നത്? അതോ എന്ന് ചോദിച്ചിട്ട് സുധി എന്തോ കാര്യം പറഞ്ഞു തുടങ്ങുന്നത് പോലെ പറയുന്നുണ്ട്. വീണ്ടും സുധി അതന്നെയാണ് കേട്ടോ പറയുന്നത്, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് തരാന്ന് വിചാരിച്ചു എന്ന്. ശ്രീകാന്തിന് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് അങ്ങ് സുധീന്ന് അടുത്തേക്ക് ചെന്നിട്ട് അങ്ങ് പിടിക്കുന്നുണ്ട് കോളറിന്. ഈ പൊട്ടൻ നമ്മളും കൂടി പൊട്ടനാക്കുവാണ്. ഞാൻ ചോദിക്കാന്ന് പറയുമ്പോ അച്ഛൻ തന്നെ ചോദിച്ചോളൂ എന്ന് പറയാണ്. നിങ്ങളെല്ലാവരും ആ ഭാഗത്തേക്ക് പോ.
ശ്രുതിയുടെ അടുത്തും ഇപ്പുറത്തേക്ക് വന്നിട്ട് ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ രവി അടുത്തിരുത്തിയിട്ട് നിനക്ക് ആഡിന്റെ കാര്യത്തെ കുറിച്ചിട്ട് ചെയ്യണം എന്നുള്ള കാര്യം ആരാ പറഞ്ഞു നോക്കുമ്പോൾ സാറ് വേറെന്താ അദ്ദേഹം പറഞ്ഞു വെച്ചപ്പോ എല്ലാരും അഭിനയിക്കണമെന്ന്, അഭിനയിക്കുന്നവർക്ക് പണം തരാന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. പറഞ്ഞു എത്ര രൂപ വെച്ചിട്ടാന്ന് ചോദിക്കുമ്പോൾ ആൾക്ക് 25,000 രൂപ വെച്ചിട്ട്. അപ്പൊ റൂട്ടിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അച്ഛൻ ചോദിക്കും എന്നുള്ള മട്ടിൽ സച്ചി അവിടെ നിന്ന് ആക്ഷൻ കാണിക്കുവാണ്. അഭിലാഷ് സാറ് ഓരോരുത്തർക്കും 25,000 രൂപ വെച്ച് തരും എന്നുള്ള കാര്യത്തെ കുറിച്ച് നീ എന്താ പറയാണ്ടിരുന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അതച്ചാ എന്ന് പറഞ്ഞിട്ട് സുധി അതേ കാര്യം തന്നെയാണ് പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം കേൾക്കുമ്പോഴേക്കും എടാന്ന് വിളിച്ചും കണ്ട് അങ്ങ് ദേഷ്യത്തോട് കൂടിയിട്ട് സുധിയുടെ പുറകെ പോവാണ് കേട്ടോ. പക്ഷെ അച്ഛനെ പിടിച്ചു വെക്കുകയാണ് സച്ചിയും അതുപോലെ ശ്രീകാന്തും കൂടി ചേർന്നിട്ട്. സുധി വേഗം പോയിട്ട് ചന്ദ്രയുടെ പുറകില് നിൽക്കുന്നുണ്ട്. എടാ നീ നിന്റെ അഭിനയം എന്റെ അടുത്ത് കാണിക്കടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛ വിട്ടേക്ക് അച്ഛ, ഇവൻ ഫുള്ള് അഭിനയമാണ്, എന്തായാലും അവൻ അതിന് മറുപടി ഒന്നും പറയണ്ട, പക്ഷെ പണം തരാൻ വേണ്ടി പറച്ച. അവസാനമായിട്ട് രവിയും പറയുന്നുണ്ട്, അവര് പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവർക്കും പണം കൊടുക്ക് പറഞ്ഞില്ലേ, കൊടുക്കടാ എന്ന് പറയുമ്പോഴേക്കും അമ്മ ഇത് കഴിഞ്ഞതിന് ശേഷം കൊടുക്കാ എന്ന് പറഞ്ഞിട്ട് സുധി വീണ്ടും പൊട്ടനാക്കുവാണ്. നിന്റെ അടുത്ത് കൊടുക്കാനില്ലടാ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ചന്ദ്രങ്ങ് അടിക്കുവാണ്. അമ്മയ്ക്ക് ടെൻഷനായി എന്നുള്ള കാര്യം സച്ചി പറയുന്നുണ്ട്. ഉടനെ തന്നെ ശ്രുതി ആണെങ്കിൽ പോക്കറ്റിൽ നിന്ന് ശ്രുതിയുടെ ഫോൺ എടുത്തിട്ട് പൈസ എല്ലാവർക്കും അയച്ചു കൊടുക്കുവാണ്. പൈസ കിട്ടിയിട്ടോ. രവീനെ നോക്കുമ്പോ രവീനും വന്നിട്ടുണ്ട്. അമ്മയ്ക്ക് അയച്ചോന്ന് ചോദിക്കുമ്പോ ഇല്ല അമ്മയ്ക്ക് ഞാൻ പിന്നെ കൊടുത്തോളാം എന്ന് പറയണേ. അമ്മയെ അങ്ങനെ പറഞ്ഞ് പറ്റിക്കാന്നൊന്നും നീ വിചാരിക്കണ്ട, മര്യാദയ്ക്ക് ആക്കിയിട്ട് 25,000 എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് 25,000 ഒന്നുമില്ല, 15,000 മാത്രമേ ഉള്ളൂ എന്ന് പറയാണ്. എടാ എല്ലാവർക്കും ഒരേ ശമ്പളമല്ലേ, പിന്നെ അവക്ക് മാത്രം എന്താ കുറച്ച് കൊടുക്കുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ട്. ചന്ദ്രയെ കുറച്ച് തന്നു കഴിഞ്ഞാൽ നീ മേടിക്കണ്ട എന്ന് പറയുന്നുണ്ട് രവി. ഇത് കേട്ട ശ്രുതിയാണെന്നെങ്കിൽ ഇന്നലെ രാത്രി തന്നെ അമ്മയ്ക്ക് ഞാൻ 10,000 രൂപ കൊടുത്തു എന്ന് പറയാണ്. ഇന്നലെ രാത്രി കൊടുത്തുന്നോ, എന്നിട്ട് നീ അതെന്താ പറയാണ്ടിരുന്നത്? അത് ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം പറയാന്ന് വെച്ചെന്ന് പറയുമ്പോഴേക്കും ഓ എടാ നീ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാണേ. എന്തായാലും മകന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവാണ്. പക്ഷെ ചന്ദ്രയുടെ അടുത്ത് രവി ചോദിക്കുന്നുണ്ട്, നീ അവന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ മേടിച്ചത് എന്തുകൊണ്ട് എന്റെ അടുത്ത് മുന്നേ പറഞ്ഞില്ല? കഴിഞ്ഞതിന് ശേഷം പറയാന്ന് വിചാരിച്ചെന്ന് ചന്ദ്രയും പറയുമ്പോ നീ പറയേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് രവി അങ്ങ് പോവാണ്. ഇനി കൂടുതൽ സമയം നമ്മളിവിടെ നിന്നാലുണ്ടല്ലോ ഇവര് തന്ന പണം തന്നെ തിരിച്ചു മേടിക്കും, ബാ എല്ലാവർക്കും പോവാന്ന് പറഞ്ഞിട്ട് സച്ചി എല്ലാരും കൂട്ടിയിട്ട് അങ്ങ് പോവാണ്. എല്ലാരും പോയി കഴിഞ്ഞതിന് ശേഷം സുധീരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇതിനു മുമ്പ് എന്റെ അടുത്ത് പറയാണ്ടിരുന്നെന്ന്? ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം അമ്മയെ പറയാന്ന് വിചാരിച്ചെന്ന് പറയുന്നുണ്ട്. എടാ നീ എന്താണ് എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത്? നിന്റെ സ്വന്തം കാശിൽ നിന്ന് തരുവാണെന്നല്ലേ? നീ ഇന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ ഒറ്റ അടിയും കൊടുത്തിട്ട് ചന്ദ്രയും ഭ്രാന്ത് പിടിച്ചിട്ട് അവിടുന്ന് പോവാണ്. ഇതുകൊണ്ടാണ് സുധി ഞാൻ പറഞ്ഞത് പണം മുന്നേ കൊടുക്കാ എന്ന്. പണം പോയില്ലേ ശ്രുതിയും ചോദിക്കുമ്പോൾ പണം മാത്രമല്ല മാനവും പോയെന്ന് പറഞ്ഞിട്ട് സുധിയെ ഒരു അടിയും കൊടുത്തിട്ട് ശ്രുതിയും കയറി പോവാനായിട്ട് ചെയ്യുന്നത്. സുധിയുടെ പണവും പോയി മാനവും പോയി എല്ലാം പോയ ഒരു അവസ്ഥയിൽ അവിടെ ഇങ്ങനെ നിൽക്കുവാണ്.